ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വൈസ് പ്ലസ്. ഇന്ന് നമ്മളുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രോമിസ് ഇൻ ദ സമ്മർ എന്ന് പറഞ്ഞിട്ട് ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ 15ാമത്തെ എപ്പിസോഡ് വരെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അതൊന്ന് പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്, എന്നാലേ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. എല്ലാം ഞാൻ പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടും ടൈം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒട്ടും മറക്കണ്ട. അപ്പോൾ പിന്നെ ഒട്ടും ടൈം പിറ്റേ ദിവസം രാവിലെ തന്നെ സിയാൻ വഹിച്ചു വെഞ്ചാനും ആദ്യം തന്നെ എഴുന്നേറ്റ് അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിലോനും ആനും വേണ്ടിയിട്ട്. അങ്ങനെ കിലോ ആനും എണീറ്റിട്ട് അവര് അടുത്തത് എവിടേക്കാ നമ്മളിനി പോകാന്നുള്ള ഡിസ്കഷനിലാണ്. അപ്പം ആർക്കും എവിടേക്കാ പോകേണ്ടതെന്നുള്ളതിന് ഒരു തീരുമാനവും. ആനും കിലോം പറയുന്നുണ്ട്, ഞങ്ങൾ ഓൾറെഡി ഒന്ന് ഫിക്സ് ചെയ്തിട്ടൊന്നല്ല വന്നത്, ഞങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ട് വരാണ് ചെയ്തത്, നിങ്ങൾ പറ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാന്ന് പറയുമ്പോൾ അവരൊരു തീരുമാനത്തിലെത്താണ്. അതെന്താന്ന് വെച്ചാൽ നറുക്കിടുന്ന പോലെ ഓരോരുത്തർക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം പേപ്പറിൽ എഴുതി അതൊന്ന് കുലുക്കി ഒരു പേപ്പർ എടുത്തിട്ട് എന്താണോ കിട്ടുന്നത് അവിടെ പോവാന്നായിരുന്നു. അങ്ങനെ അവരത് ചെയ്യാന്ന് വെച്ചിട്ട് പേപ്പറിൽ ഓരോരുത്തർക്കും അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അവർ 4 പേരും കൂടി അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നുണ്ട്. രാത്രി ടൈം ആയപ്പോഴാണ് അവരവിടെ എത്തുന്നത്. കിലോന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ആൻ അവിടെ മുഴുവൻ ഓടിക്കളിക്കാണ്. അവൾക്ക് സന്തോഷം എങ്ങനെ തീർക്കണമെന്ന് ഒരു ഐഡിയ കിട്ടാതെ അവളാണെന്ന് വെച്ചാൽ കിലോന്റെ കൈയും പിടിച്ച് അവിടെ കോടും ഇവിടെ കോടും തുള്ളിച്ചാടും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചെൻചാനും സൈവനും ഒന്നിച്ചാണ് നടക്കുന്നതെങ്കിലും അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് വികാരങ്ങളോ ഒന്നുമില്ല. ചെൻചാനാണെന്ന് വെച്ചാൽ സൈവനോട് കുറേ സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും എവിടെ സൈവനല്ല ആള്, അവളൊന്നും മിണ്ടുന്നില്ല. അവൾ കൈ കെട്ടിക്കൊണ്ട് കിലുവിനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. കിലുവും ആനും ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കണ്ടിട്ട് അവൾക്ക് കുറച്ച് കുശുമ്പൊക്കെ വരുന്നുണ്ട്. അവിടേക്ക് നോക്കിയാൽ അത് നല്ല രസമുണ്ടല്ലേ, ഇത് നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് സൈവനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സൈവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കിലും ഓരോ കുതിരയുടെ മോളിൽ കയറുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയി ആനും കിലും കൂടി ഒരു ഗെയിം കളിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുറേ പാവക്കുട്ടികളൊക്കെ എടുത്തിട്ട് ഒരു വടി പോലത്തെ ഒരു സാധനം ഇറക്കിയിട്ട് ഇങ്ങനെ പാവക്കുട്ടീനെ ഇങ്ങനെ പൊന്തിച്ചെടുക്കുകയാണെങ്കിൽ ആ പാവക്കുട്ടീനെ നമുക്ക് എടുക്കാം. അങ്ങനത്തെ ഗെയിമൊക്കെ ഇല്ലേ, അതവിടെ സൈവനും ചെൻചാനും കളിക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ കിലു ആനും കളിക്കുന്നുണ്ട്. കിലു അങ്ങനെ ലാസ്റ്റ് ടൈം ആയപ്പോൾ ആനിന് വേണ്ടിയിട്ട് ഒരു പാവനെ പൊക്കിയെടുക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണെന്ന് വെച്ചാൽ ചെൻചാൻ ഒരു പാവനെ പോലും ഇതുവരെ കിട്ടിയിട്ടില്ലേ. അവനാകെ ടെൻഷൻ അടിച്ചിട്ട് ഈ സൈവനെങ്ങാനും അവനോട് ഇഷ്ടം തോന്നോ കിലുവിനോട് ഇഷ്ടം തോന്നോ എന്ന് വിചാരിച്ചിട്ട് ചെൻചാൻ ഭയങ്കര വെപ്രാളത്തിൽ സൈവനോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ ഇത് എടുത്തുതരാം, നീ വിഷമിക്കൊന്നും വേണ്ട, അവർക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഞാനും നിനക്ക് എടുത്തുതരാമെന്ന് പറഞ്ഞ് അവൻ വെപ്രാളപ്പെടുന്ന കണ്ടിട്ട് ആദ്യമായിട്ട് സൈവൻ അവിടെ നിന്നൊന്ന് ചിരിക്കുന്നുണ്ട്. അതായത് സൈവൻ ഇപ്പോൾ ചെൻചാനോട് എന്തോ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെൻചാൻ ഇങ്ങനെ ചിരിക്കണം കണ്ടപ്പോൾ സൈവനെ തന്നെ നോക്കി നിന്നിട്ട് അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കുന്നുണ്ട്. അതിൽ പിന്നെ സൈവന് അവളുടെ മൂഡൊക്കെ ചേഞ്ചായി. അവൾ പിന്നെ കിലുവിനെ അങ്ങനെ നോക്കുന്നൊന്നുമില്ല. ചെൻചാനും സൈവനും കൂടി നന്നായിട്ട് അവിടെ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ ആനും കിലു എങ്ങനെയാണോ തുള്ളിച്ചാടി ഭയങ്കര സന്തോഷത്തോടുകൂടി നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പം ചെൻചാനും സൈവനും കൂടി നടക്കുന്നത്. അങ്ങനെ ചെൻചാൻ പോയിട്ട് ഇവർക്ക് കുടിക്കാനായിട്ട് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വരാണ്, എന്തോ ഒരു ഡ്രിങ്ക്, എന്നിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് ചെൻചാൻ ഇവർക്ക് 3 പേർക്കും നേരെ ഡ്രിങ്ക് ഇങ്ങനെ നീട്ടുമ്പോൾ പെട്ടെന്ന് കിലുവും സൈവനും കൂടി ഒന്നിച്ചാണ് ആ ഡ്രിങ്കിൻ്റെ മുകളിൽ കൈവെക്കുന്നത്. അങ്ങനെ കിലുവിൻ്റെയും സൈവൻ്റെയും കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ തന്നെ സൈവൻ അവളെ കൈ വേഗം പിന്നിലേക്ക് വലിച്ചിട്ട് നിനക്കതിന് പറ്റിയാണ് സോറി ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിലുവിന് ഒരു വികാരവും ഇല്ലാണ്ടിരിക്കുക. അവനക്കൊരു വേദന അനുഭവപ്പെട്ടില്ല, അവൻ്റെ കൈ മുറിഞ്ഞുമില്ല. അവന് പെട്ടെന്ന് കിലുവിൻ്റെ കൈ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് തിരിച്ചു നോക്കുന്നുണ്ട്. സൈവൻ തൊട്ട ആ ഭാഗത്ത് ഒരു മുറിവും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇപ്പം കിലുവിൻ്റെ അസുഖം ഭേദമായി എന്നാണ്. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ആ കിലുവിൻ്റെ അസുഖം ഭേദമായി. ആനും ഭയങ്കര സന്തോഷത്തിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് ഓ കിലു നിൻ്റെ അസുഖം ഭേദമായി എന്ന് പറയുന്നുണ്ട്. കിലു ആണെന്ന് വെച്ചാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത മട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് കിലുവും സൈവനും കൂടി എവിടെ മാറി നിന്ന് സംസാരിക്കുകയാണ്. ചെൻചാനും ആണെന്ന് വെച്ചാൽ ഒരു കാറിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന പോലെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നോക്കി നിൽക്കുക. കിലു എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവളോട് കുറേ സോറി പറയുന്നുണ്ട്. എനിക്ക് നിന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കിലു മാപ്പ് ചോദിക്കുമ്പോൾ സൈവനും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോൾ അവനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെൻചാനോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, അത് നമുക്ക് വിടാം, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കിലു സൈവന് നേരെ അവൻ്റെ കൈകൾ നീട്ടിയിട്ട് അന്നാ എനിക്കൊരു ഷേക്കൻഡ് തരുമെന്ന് ചോദിച്ചു. സൈവൻ പറയാണ് അത് പിന്നെ എന്ന് പറയുമ്പോൾ കിലു
എൻ്റെ അസുഖമൊക്കെ ഇപ്പോൾ മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ ഷെയ്ക്കേണ്ടതാന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഷെയ്ക്കേണ്ടി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് കേൾക്കാണ്ടിരുന്നായിരുന്ന ആനും ചെവൻചാനും ആകെ ബോധം പോകുന്നുണ്ട്. ചെവൻചാനും ആനും അവിടെ കാറിൻ്റെ ബാക്കിൽ തന്നെ ഇരുന്നിട്ട് ആകെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്. ചെവൻചാൻ്റെ ചിന്തയിൽ എന്താണെന്ന് വെച്ചാൽ കിലുവിന് ഇപ്പോൾ ഭേദമായി, അങ്ങനെയാണെങ്കിൽ സൈവൺ ഇനി എന്നെ ഇഷ്ടപ്പെടൂല, കിലുവിൻ്റെ പിന്നാലെ തന്നെ പോകുള്ളൂ എന്ന് ഞാൻ ആലോചിക്കുന്നു. ആനാണെന്ന് വെച്ചാൽ കിലുവിൻ്റെ അസുഖമൊക്കെ ഭേദമായി, ഇനി ഞാൻ അവൻ്റെ കൂടെ താമസിക്കാനോ അവൻ്റെ കൂടെ നിൽക്കാനോ അവനെ തൊടാനോ ഒന്നും പറ്റൂല, ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും പോകേണ്ടി വരും എന്ന് ആലോചിച്ച് ആനും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് വേറെ രണ്ടാൾക്കാരാണ്. അതാരാണെന്ന് വെച്ചാൽ കിലുവിനായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടേക്കുന്നു എന്ന് പറഞ്ഞാൽ സിയാൻ ഫാമിലി ഇല്ലേ, ആ മെമ്പേഴ്സിനാണ് കാണിക്കുന്നത്. അവിടുത്തെ ഒരു അച്ഛനും സിയാൻ ഫാമിലിയിലെ ആ മോളെ കൊണ്ടാണ് കിലുവിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് കിലുവിൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ടോക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. മോള് പറയുന്നുണ്ട്, കിലുവിനെ ഞാൻ പണ്ട് കണ്ടേക്കുന്നതാ, അവനെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്ക് അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, പക്ഷെ അവൻ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഒരു പേടി, എനിക്കെന്തോ നാണം തോന്നാം അവൻ്റെ മുന്നിൽ ഇനി വന്ന് നിൽക്കാനായിട്ട്. ഇനി കിലു എൻ്റെ ഹസ്ബൻഡ് ആവാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ അച്ഛൻ പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, കിലുവിന് നിന്നെ ഓർമ്മ ഉണ്ടാവും, എൻ്റെ മോൾ ഇത്ര സുന്ദരിയല്ലേ, അപ്പോൾ എന്തായാലും കിലുവിന് നിന്നെ ഇഷ്ടപ്പെടും, നിന്നെ ഓർമ്മയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവനെ തല്ല് ഓർമ്മ വരുത്തിക്കൊണ്ട് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ഞെട്ടിക്കൊണ്ട് പറയാണ്, അയ്യോ കിലുവിനെ അച്ഛൻ തല്ലൊന്നും വേണ്ട, അഥവാ അച്ഛൻ കിലുവിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്നോടൊരു ദേഷ്യം വരില്ലേ, അവൻ എൻ്റെ ഹസ്ബൻഡ് ആവാൻ പോണ ആളല്ലേ, തല്ലൊന്നും വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അച്ഛനും മോളും കൂടി നേരെ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ കിലുവിൻ്റെ വീട്ടിൽ കയറുന്നു. കിലുവിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. അതുപോലെ ആ മോളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്, ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിലെപ്പോഴോ കണ്ടതാന്നൊക്കെ പറഞ്ഞ് കിലുവിൻ്റെ അച്ഛൻ ആ മോളെ നന്നായി പുകഴ്ത്തുന്നുണ്ടെങ്കിലും അമ്മക്ക് അവരോട് ഒട്ടും താല്പര്യമില്ലേ. അമ്മ ഭയങ്കര താല്പര്യമില്ലാത്ത പോലെ ഭയങ്കര ഇഷ്ടക്കേടോടുകൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ മോള് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ കിലു വീട്ടിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അച്ഛൻ എന്തോ പറയാൻ പോകുന്നുണ്ടെങ്കിലും അതിന് സമ്മതിക്കാതെ ഒരു അമ്മ പറയാണ്, ഇല്ല കിലു ഒരു പെൺകുട്ടിയുടെ ഒപ്പം പുറത്ത് പോയേക്കാം, അവരെന്തോ ടെൻറ്റൊക്കെ കെട്ടി ഒന്നിച്ച് താമസിക്കണമെന്നാണ് പറയണ കേട്ട്, പക്ഷെ എനിക്ക് അതല്ലേ പേടി, ഇവർ 3 ദിവസമായി ഇപ്പം തന്നെ പോയിട്ട്, ആകെ ഒരു ടെൻറ്റും ഒരു ബെഡും മാത്രമേ അവർ കൊണ്ടുപോയിട്ടുള്ളൂ, എങ്ങനെയാണോ അവർ കിടക്കണേന്നൊക്കെ അമ്മ ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെയും അച്ഛൻ്റെയും ഒക്കെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ കിലുവിൻ്റെ അച്ഛൻ പറയാണ്, അത് പിന്നെ ന്യൂ ജനറേഷൻ അല്ലേ, അവർ ബെഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കോളും, പിന്നെ അവർ എടുക്കാൻ മറന്നതായിരിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കിലുവിൻ്റെ അമ്മ പറയാണ്, ആ അവർക്ക് ബെഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്താൽ ഞാനാ ശരിക്കും ഒരെണ്ണം തന്നെ അവർക്ക് വെച്ച് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ സീൻ കിട്ടിയത് പിന്നെ കാണിക്കുന്നത് കിലുവിനെ അന്നെയാണ്. ഇപ്പം സൈവയും ചെവൻചാനും അവരുടെ കൂടെ ഇല്ല, അവർ രണ്ടുപേരും ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോയിരുന്നു. അങ്ങനെ കിലുവും ആനും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൻ ഭയങ്കര മൂഡ് ഔട്ടായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് കിലു എന്താ കാര്യം എന്ന് തിരക്കുന്നുണ്ടെങ്കിലും അവളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. എന്നിട്ട് കിലു പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ബർത്ത്ഡേ പാർട്ടി വരുന്നുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്, ആ പാർട്ടി കഴിഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് പോകും എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, ട്രിപ്പോ, നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കിലു, ഞാനൊരു പെൺകുട്ടീനെ അന്വേഷിച്ച് പോവാണ്, അവൾ അന്വേഷിച്ച് എനിക്ക് എന്തായാലും പോയേ പറ്റൂ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആനിനോട് തുടർന്ന് സ്കൂളിൽ തന്നെ പോകണം, ഇപ്പം സിയാൻ വൈ നിൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുള്ളൂ, അവൾ നിന്നോട് ഒരു ദേഷ്യം കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആന് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നത്, കിലുവിനിപ്പോൾ അസുഖമൊക്കെ ഭേദമായില്ലേ, അവൻ ചിലപ്പോൾ അവൻ്റെ പണ്ടത്തെ ആ കുട്ടിക്കാലത്ത് എബ്രോഡ് പോയ ആ പെൺകുട്ടീനെയും തേടിയായിരിക്കും പോണേ, ഇനി ചിലപ്പോൾ അവളോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവും എന്നൊക്കെ ആനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പക്ഷെ കിലു അന്വേഷിക്കാൻ പോണേ അവനെ പണ്ട് ആ ആപത്തിൽ നിന്ന് രക്ഷിച്ച ആ പെൺകുട്ടിയാണ് കേട്ടോ. കിലു അതുപോലെ തന്നെ ആനോട് അവൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനത് മനസ്സിലാവുന്നില്ല. കിലു എന്തൊക്കെ പറഞ്ഞ് ഉദാഹരണം വെച്ച് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊക്കെ കമ്പയർ ചെയ്യുന്ന ആ പെൺകുട്ടീനായിട്ടായിരുന്നു. അവിടെ സിംഗട്ടെ ഇത് പിന്നെ കാണിക്കുന്നത് ചെൻചാനും സേവനും കൂടി ചെൻചാൻ്റെ ബാക്കറിലിരിക്കുകയാണ്. ചെൻചാൻ്റെ മുഖത്ത് ആകെ ടെൻഷനും ഭയങ്കര സങ്കടമൊക്കെയാണ്. അപ്പം സേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭയങ്കര മൂഡൗട്ടായിരിക്കണം, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെൻചാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമ്മൾ ഇത്ര യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നല്ലേ, നീ ഇവിടെ ഇരിക്കും, ഞാൻ നിനക്കൊരു കേക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചെൻചാൻ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട്, നീ കാര്യം പറ, എന്താ നിൻ്റെ കുഴപ്പമെന്ന് ചോദിക്കുന്നു. നീ എന്നോട് നുണ പറയാൻ നിൽക്കല്ലേ എന്ന് പറയുമ്പോൾ ചെൻചാൻ പറയാണ്, അത് പിന്നെ നീ ഇപ്പം കിലുവിന് അസുഖമൊക്കെ മാറിയില്ലേ, ഇനിയിപ്പോൾ
നിനക്ക് കിലുവിനോട് ഇഷ്ടം കൂടല്ലേ ഉള്ളൂ, എൻ്റെ ഇഷ്ടമൊന്നും അതിൽ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ഇവ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ കവിളത്ത് പതുക്കെ ഒന്ന് പിടിച്ചിട്ട് അവൻ്റെ കവിളിലിട്ടൊരു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈവ ചോദിക്കുകയാണ്, ഇനി ഞാൻ കിലുവിൻ്റെ ഒപ്പം പോകണം നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് നല്ല രസത്തിൽ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ സ്വെൻചൻ തലയാട്ടുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും. 16ാമത്തെ എപ്പിസോഡ് ഇവൻ അവസാനിക്കുകയാണ്. അടുത്ത ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന 17ാമത്തെ എപ്പിസോഡിന്. അപ്പോൾ അത് വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.